എന്ന് പറഞ്ഞു, സാർ ഒരു മിനിറ്റ് ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പരിസരമൊക്കെ നോക്കിയിട്ട് വരാം. അല്പം കഴിഞ്ഞ് പെർസ്പെക്റ്റീവ് തിരിച്ചെത്തി. എന്നിട്ട് പറഞ്ഞു, നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒരൊറ്റ വാഹനമേ ഉള്ളൂ. ഫിലിസ് ഫോഗ് ഒരു ചോദ്യഭാഗത്തിൽ നോക്കി. ഒരു ആന മുതലാളിയുടെ വീട്ടിലേക്ക് നടന്നു. അവിടെ മുറ്റത്ത് തന്നെ ഒരു കൊമ്പനാനയെ കെട്ടിയിട്ടിട്ടുണ്ട്. ഫിലിസ് ഫോഗ് അവിടെ ചെന്നു. അറിയാവുന്ന ഭാഷയിലൊക്കെ സംസാരിച്ചു. പ്രധാനമായിട്ട് ആംഗ്യ ഭാഷ. അയാൾക്ക് ഇംഗ്ലീഷും അറിയില്ല, ഫിലിസ് ഫോഗിന് ഇന്ത്യൻ ഭാഷ അറിയില്ല. മിലിറ്ററി ഓഫീസർ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ ഭാഗങ്ങളിൽ നമ്മുടെ അധികാര പരിധിയല്ല, ഇവിടെയൊക്കെ ചില നാട്ടുരാജാക്കന്മാരാണ് ഭരണം, അതുകൊണ്ട് ഇവിടെ നമുക്കത്ര വലിയ റെസ്പെക്റ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല, കുറച്ചൊക്കെ അവർ പറയുന്നത് നമ്മൾ കേട്ടേ പറ്റൂ. അങ്ങനെ ഫിലിസ് ഫോഗ് എഴുതുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ അലഹബാദ് വരെ എത്തിക്കാൻ 80 കിലോമീറ്റർ ദൂരം അവരെ എത്തിക്കാൻ ആനയെ വേണം. 1 മണിക്കൂറിന് 1 പൗണ്ട് വെച്ച് കൊടുക്കും. ആനക്കാരൻ സമ്മതിക്കില്ല. അങ്ങനെ അത് മണിക്കൂറിന് 12 പൗണ്ട് വരെ ഫിലിസ് ഫോഗ് ഓഫർ ചെയ്തു. ആനക്കാരൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഫോഗ് പ്ലേറ്റ് ഒന്ന് മാറ്റി. ആനയെ കൊടുക്കുന്നോ 1000 പൗണ്ട് വരെ. 1000 പൗണ്ടെന്ന് കേട്ടപ്പോഴും അയാൾക്ക് തോന്നി ഇനിയും കൂടുതൽ കിട്ടും. അങ്ങനെ 1000, 1200 1500 1800 അവസാനം 2000 പൗണ്ടിന് ആനയെ ഫിലിസ് ഫോഗ് വിലയ്ക്ക് വാങ്ങി.